ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തക്കൂസ് വേൾഡ്. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ രാവിലെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ മഴ സമ്മതിക്കത്തില്ല. ഈ ഇൻട്രോ എടുക്കുമ്പോഴും ഭയങ്കര മഴയാ അല്ലേ? അപ്പൊ മഴയാന്ന് പറഞ്ഞേ. അയ്യോ മഴയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി മഴയാണ് കേട്ടോ. ഈ മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം എനിക്കും തക്കുനും അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട്? കുറവാണോ, മഴ കൂടുതലാണോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എല്ലാം ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നമ്മൾ തക്കുമായിട്ട് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷെ നടക്കുന്നില്ല. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പം ഞാൻ കരുതി ഞാനെന്നാൽ ഒറ്റയ്ക്ക് പോയിട്ട് വരാം, തക്കുവിനെ പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഫോണുമായിട്ട് ഇറങ്ങാം. ചാറ്റമഴയാണ്. തക്കു അവിടെ കുറച്ച് പിടിവാശിയിലൊക്കെയാണ് പോകണമെന്ന് പറഞ്ഞ് കരയൂ. ഇതിലെന്താ ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ തക്കു എൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന കേട്ടോ. ഞാൻ അവളെ രാവിലെ കുളിപ്പിച്ചൊരുക്കി റെഡിയാക്കി നിർത്തിയല്ലേ, പിന്നെ അവളെ വാശി പിടിപ്പിക്കേണ്ട, കരയിപ്പിക്കേണ്ടെന്ന് ഓർത്ത് ഞാൻ തക്കുവിനെയും കൊണ്ടിങ്ങി പോകുന്നേ. ഇതാണ് ഞങ്ങളുടെ അമ്പലം, നെടുമുടി കൊട്ടാരം ശ്രീ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് എൻ്റെ കല്യാണമൊക്കെ കഴിയുന്നത്. അങ്ങനെ നമ്മൾ പുറത്തെല്ലാം തൊഴുത് ഈ ഫ്രണ്ടേ പോകുന്ന അമ്മയില്ലേ, അമ്മ ഞങ്ങൾ അകത്ത് തൊഴുതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മ എന്നോട് വന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ ഉടുപ്പ് ഊരണം കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അമ്മ വിചാരിച്ച് തക്കു ഒരു ആൺകുഞ്ഞാന്നാണ് വിചാരിച്ച്. പിന്നെ അമ്മയോട് പറഞ്ഞു അല്ലമ്മേ പെൺകുഞ്ഞ് തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് അകത്ത് കയറാൻ പോവുകയാണേ. കല്യാണ മണ്ഡപമാണ്, ഫ്രണ്ടിൽ ആറുണ്ട്, ബോട്ടൊക്കെ പോവും, ബോട്ട് സർവീസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴാനായിട്ട് കയറി. ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല, നമ്മൾ പെട്ടെന്ന് തൊഴുതൊക്കെ ഇറങ്ങി പുറത്തിറങ്ങിയേ. തക്കുവാണെങ്കിലോ അവിടെ എങ്ങും നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഓടിക്കളിയായിരുന്നു. എനിക്കാണെങ്കിൽ പേടിയാണ്. എന്നാന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും തെന്നി കിടക്കുവാണെന്ന് ഓർത്തിട്ടുള്ള പേടിയായിരുന്നു. അത്യാവശ്യം അമ്പലത്തിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കടപ്പടമൊക്കെ തുടങ്ങിയല്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ തക്കുവിനെ എടുത്തപ്പോൾ തക്കു ജന്മം ചെയ്ത എടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല, തക്കുവിന് നടക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഫുഡെല്ലാം കഴിച്ചപ്പോൾ പുറത്ത് ഭയങ്കര സൗണ്ട്. നോക്കിയപ്പോൾ എന്നെ ഇവന്മാരും അമ്മയും ഭയങ്കര അടി, എന്തിനാണോ എന്തോ. അങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ദേ എൻ്റെ കണ്ണിൽ ഈ കീ ചെയിൻ ഉറക്കി കേട്ടോ. ഈ കീ ചെയിൻ വിഷ്ണുവേട്ടൻ ചെയ്യിപ്പിച്ചതാണ്. പണ്ട് FBയിലെങ്ങാണ്ട് കണ്ട് ചെയ്യിപ്പിച്ച എൻ്റെയും വിഷ്ണുവിൻ്റെയും തക്കുവിൻ്റെയും ഫോട്ടോ ചേർത്ത് രണ്ട് സൈഡിലായിട്ട് അത് പ്രിൻ്റ് ചെയ്ത് തന്നേക്കുന്നത്. അതിപ്പോൾ ഒത്തിരിയൊക്കെ പോയിട്ടുണ്ട്. അന്നെങ്ങാണ്ടോ 120 രൂപയ്ക്ക് എങ്ങാണ്ടോ വിഷ്ണുവേട്ടൻ ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഞാനും തക്കു അനിയനും കൂടി പുറത്ത് പോകാൻ ഇറങ്ങി കേട്ടോ. ഇത് ഞങ്ങളുടെ റോഡാണ്. തക്കുവിനാണെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കാൻ ഭയങ്കര വാശി, എനിക്കും അവനും പേടിയാണ് ഫ്രണ്ടിൽ നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളുടെ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ നിർത്തും. പിന്നെ മെയിൻ റോഡിലേക്ക് കയറി കഴിയുമ്പോൾ അവൻ വണ്ടിയൊക്കെ നിർത്തി കുഞ്ഞിനെ എൻ്റെ ബാക്ക് സൈഡിലോട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ നെടുമുടിയിൽ വന്ന് സാധനമൊക്കെ വാങ്ങിച്ച്, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ശേഷം നമുക്ക് കുറച്ച് പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതിന് വേണ്ടി ഈ കടയിൽ നിർത്തി കേട്ടോ. അങ്ങനെ അവിടുന്ന് ആ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി പാടം കണ്ടില്ലേ, റോഡിൻ്റെ രണ്ട് സൈഡിലും പാടമാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ കിളിർത്ത് നിൽക്കുന്നതേ ഉള്ളൂ, കുഞ്ഞാണ്. ഇനി ഇത് വലുതായി വരും. അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കാണണമെങ്കിൽ ആ സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.